നമസ്കാരം. മലയാളികളുടെ സ്വന്തം ഭാനുമതിയെ മലയാളികൾക്ക് അങ്ങനെ മറക്കാനാകുമോ? നടി, നർത്തകി, സംവിധായിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് രേവതി. 1983 തമിഴ് സിനിമാ ലോകത്ത് തുടങ്ങിയ യാത്ര സിനിമയുടെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച് ഇപ്പോഴും ആ യാത്ര തുടരുകയാണ് രേവതി. ആൺകിളിയുടെ താരാട്ട്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, വരവേൽപ്പ്, ദേവാസുരം, മായാമയൂരം, അഗ്നിദേവൻ എന്നിവയാണ് രേവതിയുടെ പ്രധാന മലയാള സിനിമകൾ. 4 പതിറ്റാണ്ട് കാലത്തോളം സിനിമയിൽ സജീവമായി നിലനിൽക്കാൻ കാരണം രേവതിക്ക് തന്റെ തൊഴിലിനോടുള്ള അഭിനിവേശം ഒന്ന് മാത്രമാണ്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള രേവതി വെറും നായികയായി അഭിനയിക്കുകയായിരുന്നില്ല. ഭാനുമതിയെ പോലുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ജീവിക്കുകയായിരുന്നു. മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ അഭിനേത്രി. പിൽക്കാലത്ത് ഫിലിം മേക്കറായപ്പോഴും രേവതിക്ക് സ്വീകാര്യത ലഭിച്ചു. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം രേവതി നൽകുന്നുണ്ട്. മകളും അച്ഛനും അമ്മയുമാണ് രേവതിയുടെ ലോകം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് IVF-ലൂടെ രേവതി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. മകളെ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്താൻ രേവതി ശ്രദ്ധിക്കുന്നുണ്ട്. നടൻ സുരേഷ് മേനോനുമൊത്തുള്ള ദാമ്പത്യം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് നടി രേവതി മനസ്സ് തുറന്നത് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. പിരിയാമെന്ന് ആദ്യം പറഞ്ഞത് താനാണെന്നാണ് രേവതി ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്. 1988 ഇവരുടെ വിവാഹം. പുസ്തകങ്ങളും മ്യൂസിക്കും കൈമാറ്റം ചെയ്താണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ബന്ധത്തിനോട് സമ്മതം അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ടാവുമായിരുന്നില്ല. അത്തരത്തിൽ ഭയങ്കരമായൊരു പ്രണയമായിരുന്നില്ല. ആ പ്രായത്തിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും പക്വതയുള്ള ആളുകളായിരുന്നു. സുരേഷ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ മാതാപിതാക്കളുടെ അടുത്തും ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. അവർ സമ്മതം പറഞ്ഞതോടെയാണ് യഥാർത്ഥത്തിൽ പ്രണയിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് പരസ്പരം ഇഷ്ടമായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഇടയിലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മറികടന്ന് പ്രണയിച്ചു തുടങ്ങിയത് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിച്ചതോടെയാണ്. ഒരേ പ്രൊഫഷനിൽ നിന്നും കല്യാണം കഴിച്ചതുകൊണ്ടാണ് ബന്ധം അധികകാലം നീണ്ടുപോകാതിരുന്നതെന്ന് പറയാനാവില്ല. അതൊരു എക്സ്ക്യൂസ് മാത്രമാകും. എനിക്കൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡ് മാത്രമേ എന്നും ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പ്രൊഫഷനിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് എൻ്റെ ടൈമിങ്ങും മൂഡ് സ്വിങ്സും മനസ്സിലാക്കാൻ പറ്റും. ഷൂട്ടിങ്ങിനായി നമ്മൾ പലയിടങ്ങളിൽ പോകുന്നവരല്ലേ, ഒരുപാട് യാത്ര ചെയ്യുന്നവരല്ലേ. പ്രൊഫഷനേക്കാൾ ഒരുമിച്ച് ജീവിക്കുന്ന 2 മനസ്സുകളുടെ ആറ്റിറ്റ്യൂഡാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത്. പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഏത് പ്രൊഫഷനിൽ നിന്നുള്ളവരാണെങ്കിലും കാര്യമില്ല. ഞങ്ങളുടെ വേർപിരിയൽ വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയത് ഞാനാണ്. ശേഷം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. പിന്നെ എത്ര തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞാലും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് പിരിയുക എന്നത് വളരെ ഇമോഷണലായ ഒന്നാണ്. അത് ഹൃദയം തകർക്കും. പുറത്തു കടക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പിരിയാമെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്. ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയാത്ത അവസ്ഥയായിരുന്നു. പിരിയാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. സുരേഷിനെ ഞാൻ കണ്ടെത്തിയത് 19 വയസ്സിലാണ്. 21 വർഷത്തെ പരിചയം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ശീലമായി മാറിയിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ഞങ്ങൾ വീണ്ടും ഒരുമിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങൾ 2 പേർക്കും വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അത് സുഹൃത്തെന്ന രീതിയിലോ അല്ലെങ്കിൽ പങ്കാളി എന്ന രീതിയിലോ ആകും എന്നാണ് രേവതി പറഞ്ഞത്. രേവതിയും സുരേഷ് മേനോനും ചേർന്ന് നിരവധി ടെലിവിഷൻ സീരിയലുകൾ നിർമ്മിച്ചിരുന്നു. അവയിലുണ്ടായ കനത്ത നഷ്ടമാണ് ഇവരുടെയും ബന്ധത്തിൽ ഉലച്ചിൽ വീഴ്ത്താൻ കാരണമെന്നാണ് ഇരുവരും വേർപിരിഞ്ഞ സമയത്ത് പ്രചരിച്ച റിപ്പോർട്ട്. വിവാഹമോചനത്തിന് ശേഷമാണ് രേവതിക്ക് മകൾ പിറന്നത്. IVF വഴിയാണ് നടിക്ക് മകൾ പിറന്നത്. മഹി എന്നാണ് മകളുടെ പേര്. ഇപ്പോഴും നടിയുടെ ജീവിതം മകൾക്ക് വേണ്ടിയാണ്. മഹിക്ക് 4 വയസ്സായ ശേഷമാണ് കുഞ്ഞിനെക്കുറിച്ച് രേവതി വെളിപ്പെടുത്തിയത്. കുറേ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മഹിയെ ലഭിച്ചത്. തുടക്കത്തിൽ കുഞ്ഞിനെ ദത്തെടുക്കാമെന്നാണ് രേവതി കരുതിയിരുന്നത്. പിന്നീടാണ് IVF സാധ്യത പ്രയോജനപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിൽ മകളുമായി നടി എത്താറുണ്ട്. മറ്റ് നടിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തിജീവിതം ക്യാമറയ്ക്ക് മുന്നിൽ അധികം തുറന്നു കാണിക്കാനോ ചർച്ചാ വിഷയമായി തീർക്കാനോ രേവതിക്ക് താല്പര്യമില്ല. ഏകമകൾ മഹിയുടെ കാര്യം വരുമ്പോൾ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ കൂടി അതീവ ശ്രദ്ധാലുവാകും. എല്ലാത്തിനെയും വിലപിടിപ്പുള്ളതായി രേവതി കാണുന്നത് മകളെയാണ്. അവളുടെ സ്വതന്ത്രമായ ജീവിതത്തെ ഇല്ലാതാക്കാൻ തന്റെ ഫെയിം കാരണമാകരുതെന്ന് രേവതിക്ക് നിർബന്ധമുണ്ട്. അതിനാൽ തന്നെ മകളെ എപ്പോഴും ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ച് പിടിക്കാറുണ്ട്. അവസാനമായി മകളുമായി മീഡിയയ്ക്ക് മുന്നിൽ രേവതി പ്രത്യക്ഷപ്പെട്ടത് 2 വർഷം മുമ്പ് നടി കാർത്തികയുടെ വിവാഹത്തിന് എത്തിയപ്പോഴായിരുന്നു. നേരത്തെ 2 വർഷങ്ങൾക്ക് ശേഷം രേവതിയുടെ പൊന്നോമന പുത്രി മഹിയുടെ ഫോട്ടോകളും വൈറലായിരുന്നു. ഇരുവരും അവധി ആഘോഷിക്കാനായി മാൽദീവ്സിൽ എത്തിയപ്പോഴുള്ള ചിത്രങ്ങൾ വൈറലായിരുന്നു. 12 വയസ്സുകാരി മഹി കടലിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു. സ്കൂബ ഡൈവിംഗിൽ എക്സ്പേർട്ടാണ് മഹി. ആദ്യം ആഴക്കടൽ കണ്ട് ഒന്ന് ഭയന്നുവെങ്കിലും മകൾ നൽകിയ ധൈര്യം സ്കൂബ ഡൈവിംഗ് ട്രൈ ചെയ്യാൻ രേവതിയെ പ്രേരിപ്പിച്ചു. ഭയപ്പോടെയാണ് ഇറങ്ങിയതെങ്കിലും പിന്നീട് രേവതിയും സ്കൂബ ഡൈവിംഗ് ആസ്വദിച്ചു തുടങ്ങുന്നതും വീഡിയോയിൽ കേൾക്കാം. അമ്മയുടെയും മകളുടെയും മാൽദീവ്സ് അവധി ആഘോഷത്തിന്റെ വീഡിയോ വൈറലായതോടെ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പോയത് കുറുമ്പിയായ മഹിയിലേക്കാണ്. മഹി ഇത്ര വളർന്നു എന്നുള്ള തരത്തിൽ അത്ഭുതം നിറഞ്ഞ കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു. IVF ചികിത്സയിലൂടെയാണ് രേവതിക്ക് മഹി പിറന്നത്. തുടക്കത്തിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം
നടത്താമെന്നതാണ് രേവതി തീരുമാനിച്ചിരുന്നത്. പിന്നീട് രേവതി തന്നെ IVF മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഭർത്താവ് സുരേഷ് മേനോനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാത്രം സ്വന്തമായ കുഞ്ഞിനെ കുറിച്ച് രേവതി ആലോചിച്ചു തുടങ്ങിയത്. മഹിക്ക് 4 വയസ്സായ ശേഷമാണ് കുഞ്ഞിനെ കുറിച്ച് രേവതി വെളിപ്പെടുത്തിയത്. കുറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മഹിയെ ലഭിച്ചത്. കുറെ നാളുകളായി ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പിന്നീട് ഒരു ഡോണറും എടുത്ത് IVF ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നി. പിന്നീടുള്ള യാത്രയിൽ ഞാനും മഹിയും ഒരുമിച്ചായിരുന്നു. കുഞ്ഞിന്റെ വരവോടുകൂടി ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങി. അവൾ വളർന്നു വരികയാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അവളുടെ ജനനത്തെക്കുറിച്ച് അവളോട് പറയണമെന്നുണ്ട്. എന്നാൽ ആ സത്യങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. എന്നാൽ തൻ്റെ അമ്മ പറയാറുണ്ട്, മോൾ വളർന്നു വരുന്ന കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. സിംഗിൾ പാരന്റ് എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അവളുടെ കൂട്ടുകാർ അച്ഛനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ എനിക്ക് ഡാഡി താത്ത ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. എൻ്റെ അച്ഛനെയാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്. മഹിയെ വളർത്താൻ എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്നെ സഹായിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും സഹായവുമായി കൂടെ അനിയത്തിയുണ്ട്. അവർ എല്ലാവരും മഹിയെ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നതെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ മകളെക്കുറിച്ച് സംസാരിക്കവേ രേവതി പറഞ്ഞത്.